അമൃത ജർമ്മനി എത്തിന്നും പറഞ്ഞ് ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ? ഓക്കെ, ഡിഫറൻസ് നാട്ടിലത്തെ അതാണോ ഉദ്ദേശിച്ചത്? നാട്ടിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ജർമ്മനിയിലത്തെ ഇവിടെ പഠിക്കുന്നതും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അക്കാഡമിക് ഫ്രീഡം ആണ് ഇവിടെ. നാട്ടിലത്തെ പോലെ ഒരു സെമസ്റ്ററിലുള്ളത് എല്ലാം പഠിച്ചു കഴിഞ്ഞാലേ അടുത്ത സെമസ്റ്ററിലേക്ക് പാസ്സാവുള്ളൂ, അല്ലെങ്കിൽ 2 വർഷത്തിൽ മാസ്റ്റേഴ്സ് തീർക്കണം, അങ്ങനത്തെ ഒരു കമ്പൽഷൻ ഇവിടെ ഇല്ല. ഓക്കെ, പിന്നെ നാട്ടിലത്തെ പോലെ നമുക്ക് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ഇല്ല. ഓക്കെ, കൾച്ചർ, എഡ്യൂക്കേഷൻ കൾച്ചറേ ഡിഫറെൻ്റ് ആണ് ഇവിടെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഇവിടെ നല്ല അക്കാഡമിക് ഫ്രീഡം ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് ആണെങ്കിൽ എനിക്കത് 4 വർഷം വരെ എടുത്ത് ചെയ്യാം. ഓക്കെ, പ്രൊവൈഡഡ് ഐ കംപ്ലീറ്റ് ഓർ ഐ ടേക്ക് ഓൾ ദി ക്രെഡിറ്റ്സ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സെമസ്റ്ററിൽ ഞാനൊരു സർട്ടൻ സബ്ജക്ട്സ് എടുത്ത് പഠിച്ചു, എനിക്കതിൻ്റെ എക്സാമിന് ഈ സെമസ്റ്റർ അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആ കോഴ്സ് വരുമ്പോൾ അപ്പിയർ ചെയ്യാം. അപ്പിയർ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് അടുത്ത സെമസ്റ്ററിലോട്ട് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അടച്ചാൽ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. പാസ്സാവില്ല, ഐ സ്റ്റിൽ ഹാവ് ദി ഓപ്ഷൻ ടു ഗോ ചെക്ക് ഔട്ട് ദി അതർ സബ്ജക്ട്സ് ദാറ്റ്സ് ദെയർ ഇൻ ദ ഫ്യൂച്ചർ സെമസ്റ്റർ. ഓക്കെ, അത് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് നിർബന്ധം പിടിച്ചിട്ട് 2 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുന്നതിലും ഇഷ്ടമുള്ളത് ഒരു 3 വർഷം എടുത്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഒരു ചീത്ത വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഇവിടെ ഇല്ല, ഫ്രണ്ട്ലി അല്ല ഇവിടെ. ഓക്കെ, അതായത് അവനവൻ്റെ കാര്യം അവനവന് നോക്കാൻ അറിയാമെങ്കിൽ യു ആർ ഓൾ ഗുഡ് ടു ഗോ. നോബഡി ഈസ് ഗോയിങ് ടു ചെക്ക് ഓൺ യു, നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് സ്പൂൺ ഫീഡ് യു, നോബഡി വിൽ റിമൈൻഡ് യു, നത്തിങ്. അതേപോലെ തന്നെ ഒരുപാട് അവേഴ്സ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രസൻറ്റ് ആവണ്ടാത്തത് കൊണ്ട് ലൈബ്രറീസ് യൂസ് ചെയ്യാനുള്ള സമയം ഒരുപാട് നമുക്ക് കിട്ടും. ബേസിക്കലി സ്വയം പര്യാപ്തരാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ് ടു ബി ഹിയർ, ടു ലേൺ ഹിയർ. അതാണ് അക്കാഡമിക് ഡിഫറൻസ് എനിക്ക് മേജറായിട്ട് തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് ലൈബ്രറി ആക്സസ്, അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടെ ആക്സസിബിലിറ്റി ഉള്ള ബുക്സ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഗൈഡൻസ്, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആണ് സ്റ്റാൻഡേർഡ് വൈസ്. ബട്ട് ദിസ് ഇസ് ദ ജിസ്റ്റ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ബെഡ് ഓഫ് റോസസ് ടു ബി വെരി ഓണസ്റ്റ്. എളുപ്പമല്ലായിരുന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് വന്നതെങ്കിലും പഠിക്കാനുള്ള ഫീസ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ കുറവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേറൊരു രാജ്യത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെ പോലെയും ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട്, ഇത്ര ലക്ഷം രൂപ കാണിച്ചിട്ട് തന്നെയാണ്. എനിക്ക് 12 lakhs ആയിരുന്നു കാണിക്കേണ്ട വന്നത്, ചിലവ് ഇൻക്ലൂഡിങ് എവറിത്തിങ്. ഓക്കെ, ബട്ട് അത് ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ്. അതിൽ നിന്ന് എനിക്ക് മാസം ഇത്ര എമൗണ്ട് അവർ ഡിഡക്റ്റ് ചെയ്ത് സെയിം എൻ്റെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൂഫ് ദാറ്റ് ദിസ് കൺട്രി ഹാസ് ദാറ്റ് ഐ ആം ഓക്കെ ടു ലിവ് ഹിയർ. മനസ്സിലായി? അപ്പോൾ അതൊരു ചിലവ് തന്നെയാണ്, പബ്ലിക്കിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും. ദാറ്റ്സ് യുവർ പേഴ്സണൽ എക്സ്പെൻസ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അത്ര എളുപ്പമല്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ജർമ്മനിയിലേക്ക് പോവാണ്, പാർട്ട് ടൈം, അവിടെ ചെല്ലുമ്പോൾ കിട്ടും. എല്ലാവരുടെ വിചാരം ഇറ്റ്സ് റെഡിലി അവൈലബിൾ എന്നാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഭാഷ പോലും അറിയാത്തൊരു രാജ്യത്തോട്ട് വരുമ്പോൾ യു ഹാവ് ടു ഫിഗർ ഔട്ട് എവറിത്തിങ് ഓൺ യുവർ ഓൺ. അതിന് സാമാന്യം നല്ല വിൽ പവറും നല്ലൊരു മോട്ടിവേഷനും ഒക്കെ വേണം. ഓക്കെ, തളർന്നു പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തിനിങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു കഷ്ടപ്പാടാണ്, എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നോട് ചോദിക്കുന്ന പലരോടും ഞാൻ പറയും, എല്ലാവരും ജർമ്മനിയിൽ വരുന്നുണ്ട്, ജർമ്മനിയിൽ വരണ്ട, ജർമ്മനിയിൽ നിന്നല്ല എവിടെയും പോകരുത്. എന്തിന് ആ രാജ്യത്ത് പോകണമെന്നുള്ളൊരു ധാരണ വേണം. എവിടെ പോയാലും കഷ്ടപ്പെടണം. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയായിരുന്നു എനിക്ക് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കണം, എനിക്ക് ഈ യൂണിവേഴ്സിറ്റി തന്നെ പോകണം. അതുകൊണ്ട് എനിക്ക് സാധാരണ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലും അറിയാതെ എല്ലാവരും പോവാം, എന്നാൽ ഞാനും പോവാം, എനിക്കും വീട്ടിൽ പുറത്തെ രാജ്യത്തേക്ക് പോകണം എന്ന് നിർബന്ധം പിടിക്കുന്ന സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് സ്പെസിഫിക്കലി എനിത്തിങ് ടു ഡു ഹിയർ, ഡോണ്ട് കം. എയിമില്ലാതെ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് സർവൈവ് ചെയ്യാൻ. ഓക്കെ, ഈസി ലൈഫിൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. യൂറോപ്പ് ഇസ് വെരി അട്രാക്റ്റീവ്. യു ക്യാൻ ട്രാവൽ അറൗണ്ട് ദ ഹോൾ യൂറോപ്പ്. ഷെങ്കൻ കൺട്രീസിലൊക്കെ പോവാം. അഡിഡാസ്, നൈക്കി, അങ്ങനെ നാട്ടിലില്ലാത്ത കുറേ അട്രാക്റ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇറ്റ്സ് ജസ്റ്റ് 1 day ഓഫ് യുവർ യൂറോപ്പ് ലൈഫ്. ദാറ്റ് ഇസ് നോട്ട് യുവർ യൂറോപ്പ് ലൈഫ്. പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം തന്നെ മനസ്സിന് ചേർന്നതോ അല്ലെങ്കിൽ പഠിക്കാൻ ബാലൻസ്ഡ് ആയിട്ട് പറ്റിയ പാർട്ട് ടൈം കിട്ടില്ല. ഞാൻ കഫേസിൽ നിന്നിട്ടുണ്ട്, ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നിട്ടുണ്ട്. ഈ 2 years എനിക്ക് കഴിഞ്ഞ വർഷമാണ് പ്രോപ്പർലി എൻ്റെ അക്കാഡമിക്സിനോട് അലൈൻ ചെയ്തു പോകുന്ന ഒരു റിസർച്ച് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി ജോബ് കിട്ടിയത്. ഇപ്പം എനിക്ക് കുഴപ്പമില്ല ടു ബാലൻസ് മൈ അക്കാഡമിക്സ് ആൻഡ് മൈ പാർട്ട് ടൈം ആൻഡ് ടു സപ്പോർട്ട് മീ ഫിനാൻഷ്യലി. പക്ഷേ ഇവിടെ വന്ന് ഐ വാസ് ഓൾ അലോൺ. അപ്പോൾ ഇവിടെ വന്ന് കൾച്ചർ പഠിക്കണം,
എഡ്യൂക്കേഷൻ കൾച്ചർ പഠിക്കണം. അങ്ങനെ എല്ലാത്തിനോടും ഒറ്റയ്ക്കാണ്, ഫാമിലി ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ഓൺ യുവർ ഓൺ. ഇമോഷണൽ ഇംബാലൻസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഇതെല്ലാം തരണം ചെയ്യണം. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ വരിക, ഓക്കെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി, ഞാൻ യൂറപ്പിലാണ്, എനിക്ക് പാർട്ട് ടൈം കിട്ടും, അടിച്ച് പൊളിക്കാം. ദാറ്റ് ഈസ് നോട്ട് ദ സൈഡ്. കഷ്ടപ്പാടുണ്ട്, ഇമ്പോസിബിൾ എന്നല്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. യൂണിവേഴ്സിറ്റി മാറി ഒരു സിറ്റി മാറി, അതെങ്ങനെയായിരുന്നു അവസ്ഥ? സോ ഞാൻ ആദ്യം ഒരു ചെറിയ സിറ്റിയിൽ നിന്ന് ബെർലിനിലോട്ട് മൂവ് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവസ്ഥയ്ക്ക് ഓക്കെ, ഞാൻ അതിന് മുന്നേ ഞാൻ ബെർലിൻ പോയിട്ട് പോലുമില്ല. ഒരു കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. യെസ്, ഒരു ഭയങ്കര ചെറിയ സിറ്റി ആയിരുന്നു. ഞാൻ അവിടെ ആകെ ഉണ്ടായിരുന്നത് ലൈക്ക് ഒരു മക്ഡൊണാൾഡ്സ്, ഒരു ബർഗർ കിങ്, പിന്നെ ഒരു റാൻഡം 2-3 റെസ്റ്റോറൻറ്റുകൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു യൂണി ഉള്ളതാണെന്ന് ആലോചിക്കുക. ഓൾറെഡി അവിടെ ഒരു യൂണി ഉള്ളതാണെന്ന് ആലോചിക്കുക. സോ അവിടെയുള്ള സ്റ്റുഡൻസിന് ഞാൻ ജസ്റ്റ് ലൈക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് ജർമ്മൻ എൻ്റെ അത്രയും ഞാൻ പ്രൊഫഷണൽ അല്ല. അവിടെ ഓൾറെഡി എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ലൈക്ക് 1000 സ്റ്റുഡൻസ് ഉണ്ട് ഓൾറെഡി. സോ അവർക്കായിരിക്കുക ആദ്യം ജോലി കിട്ടുക. സോ ഐ തോട്ട് ബെർലിൻ ഒരു ബിഗർ സിറ്റിയാണ്, ഞാൻ വരുന്നു, റൂമൊക്കെ കണ്ടുപിടിക്കുന്നു, ജോലി ചെയ്യുന്നു, അടിപൊളി ലൈഫ് സെറ്റ് എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എത്തി ഇവിടെ നിൽക്കാൻ ഞാൻ കുറേ നാളെടുത്തു. ഞാൻ റൂം കണ്ടുപിടിക്കാൻ കുറേ കാലം എടുത്തു. കാരണം ബെർലിൻ പോലത്തെ സിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ചിന്തിക്കണം 100 പേരുണ്ട്. ബെർലിൻ വരുന്നു സെറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം 100 പേരിൽ ഒരാൾ മാത്രമാണ് ഞാനിവിടെ എത്തി ഒരു റൂം കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കാലം എടുത്തു. റൂം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഇറ്റ്സ് മച്ച് എക്സ്പെൻസീവ് ദാൻ വെർ ഐ വാസ് ലിവിങ്. അതൊരു ചെറിയ സിറ്റി ആയിരുന്നു, ബട്ട് അവിടെ ലിവിങ് എക്സ്പെൻസും കുറവായിരുന്നു. ഇവിടെ ഒരു ബിഗർ സിറ്റിയാണ്, ഇവിടെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, നമ്മൾ റൂം റെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഒബ്വിയസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ടായിരുന്നു. ഐ മീൻ ഓഫ് കോഴ്സ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ബട്ട് ഫ്രീ ആയിരുന്നു. ഞാൻ അവിടെ ഇങ്ങോട്ടേക്ക് മാറി. ദാറ്റ് മീൻസ് ഐ എം പേയിങ് എ ലോട്ട് മോർ മണി നൗ എവറി മന്ത്. ലൈക്ക് നമുക്ക് 1 ഇയർ ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതല്ല എന്നുള്ളവർക്ക് ഇപ്പോൾ എന്നെ പോലെ പാർട്ട് ടൈം ചെയ്ത് നോർമൽ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും 1 ഇയർ ഫുൾ എമൗണ്ട് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. സോ എവറി സ്റ്റുഡൻസ് ലൈക്ക് ചെയ്യണം, എന്നെപ്പോലെ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യുന്നു, എവറി മന്ത് ഒരു കോൺട്രിബ്യൂഷൻ യൂണിറ്റ് കൊടുക്കുന്നു. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ ഫീസ് അടയ്ക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ എത്തി ഒരു സൈഡിൽ ഫീസ്, ഒരു സൈഡിൽ റെൻറ്റ്, പിന്നെ നമുക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 hours ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് വരുന്ന പൈസയിൽ. സോ ഇതെല്ലാം കൂടെ കവർ ചെയ്തപ്പോഴത്തേക്കും വൺ ഡേ ഐ എം തിങ്കിങ് ലൈക്ക് വൈ ഡിഡ് ഐ ഡു ഇറ്റ്. മേ ബി ലൈക്ക് ഞാൻ അവിടെ കുറച്ചും കൂടി പബ്ലിക്കിൽ കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ മേ ബി ഐ കുഡ് ഹാവ് സർവൈവ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഞാൻ ഡിസിഷൻ എടുത്തു. ഐ നോട്ട് ഗോണ റിഗ്രറ്റ് ഇറ്റ്, ബിക്കോസ് ഞാനൊരു ചോയ്സ് ചെയ്തു. ഞാൻ ഇനി അത് റിഗ്രറ്റ് ചെയ്യാൻ പോകണില്ല. റിഗ്രറ്റ് ചെയ്തൊരു കാര്യമില്ല. ഞാനത് ചോയ്സ് എടുത്തു. കാരണം എൻ്റെ ഒപ്പം അതേപോലെ തന്നെ പബ്ലിക്കിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. ഓക്കെ, അവർ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് അവർ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്ത് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. ബട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എനിക്ക് ജോലി കിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. സോ ഓൾറെഡി ലേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി മാറാനും ചേഞ്ച് ചെയ്യാനും ഉണ്ട് ഓഫ് കോഴ്സ്. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം സർവൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു, ജോലിയിലായിരുന്നു. അങ്ങനെ കുറച്ച് പാടായപ്പോഴത്തേക്കും ഒക്കെ ഞാൻ വിചാരിച്ച് മാറാമെന്ന്. ഇവിടെ എത്തിയിട്ട് ഞാൻ നേരെ നീക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം ഞാൻ ജോലി കണ്ടുപിടിക്കാൻ ഒത്തിരി പാടായിരുന്നു. ലൈക്ക് ജർമ്മൻ ഞാൻ അത്ര പ്രൊഫഷണൽ അല്ലായിരുന്നു, ഞാൻ ഏറ്റവും ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് അത്ര ഒത്തിരി ടഫായിരുന്നു. ബട്ട് ഫോർ ദ ലാസ്റ്റ് 2 years ഞാനൊരു ജോലി എനിക്ക് കണ്ടു, എനിക്ക് ജോലി കിട്ടി. ആ ഒരു ജോലിയിൽ ഞാൻ സ്റ്റേബിളായി നിന്നുകൊണ്ട് എനിക്ക് ലൈക്ക് എൻ്റെ ഫീസ് അടയ്ക്കാനും റെൻ്റ് അടയ്ക്കാനും ഞാൻ മാനേജ് ചെയ്ത് പോകണു. ഐ എം നോട്ട് ലിവിങ് എ ലക്ഷറി ലൈഫ്, ബട്ട് മാനേജ് ചെയ്ത് പോകണു. ഓഫ് കോഴ്സ് സ്റ്റുഡൻറ്റ് ഇവിടെ എല്ലാവരും ആരും ലക്ഷറി ലൈഫ് അല്ല ജീവിക്കണത്. നമ്മൾ സ്റ്റോറി ഇടുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ടെങ്കിൽ അത് നീ അന്നൊരു ദിവസം ചെയ്തു, സ്റ്റോറി ചെയ്തു, നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ സന്തോഷം. ഒരു സെക്കൻഡിൽ നീ കാണിക്കുന്നത് നമ്മളിപ്പോൾ 1 വർഷം ചെയ്ത് കാണിക്കുന്ന ഒരു ദിവസം മാത്രമാണത്. ബാക്കി വീക്കിലി ബാക്കി 6 days നീ പണിയെടുത്തിട്ടായിരിക്കണം 7ാം ദിവസം ഫോട്ടോ ഇടുക. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും നാട്ടിൽ നിന്ന് സ്റ്റോറി കണ്ടിട്ട് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആൾക്കാർ ഫുഡിന്റെ ഫോട്ടോ ലൈക്ക് ക്ലബിങ്ങിന്റെ ഫോട്ടോ എടുത്തിട്ട് വാവ് ഇതാണ് ലൈഫ് അല്ല. അത് ഒരു ദിവസമാണ്. അതിനടുത്ത ദിവസം ഒരിക്കലും ഒരാൾ പോയിട്ട് ഡിഷ് വാഷിംഗ് ചെയ്യുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ട് വാവ് എന്ന് പറഞ്ഞ ഒരാൾ പോലും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വ്യൂ കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. അതായത് മാസം 2 ലക്ഷം രൂപ സാലറി എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിൽ വരുന്നു, ജർമ്മൻ യൂറോ കൺവേർട്ട് ഇതാണ് പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലല്ല. നമുക്ക് ചെയ്യണതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇവിടെ. ജോലി നമ്മൾ ഇത്ര അവേഴ്സാണ് ചെയ്യേണ്ടത്. ആ അവേഴ്സിന് നീ ചെയ്യണ ജോലിക്ക് മിനിമം പേയ്മെന്റ് ഉണ്ട്, കൂടുതൽ പേയ്മെന്റ് ഉള്ള ജോലികളുണ്ട്.
മോസ്റ്റ്ലി സ്റ്റുഡൻസിന് വന്നു കഴിഞ്ഞാൽ മിനിമം പേയ്മെന്റ് ജോലികൾ കിട്ടുള്ളൂ. ഒരിക്കലും അവർക്ക് ഓവർ പേയ്മെന്റ് ജോലികൾ ഒരിക്കലും കിട്ടില്ല, അവർ ക്വാളിഫൈഡ് അല്ല. സോ മിനിമം ജോലികൾ ഇത്രയും പൈസ കിട്ടുള്ളൂ. സോ നിനക്കത് ഇഫ് യു ആർ സ്റ്റഡിങ് ഇൻ എ പബ്ലിക് യൂണി, of course you're going to have extra money at the end of the month, but if you're like studying on a private uni, നിനക്ക് അത്രയും ഫീസ് അടയ്ക്കണം, നമുക്ക് അത്രയും ബിഗർ സിറ്റീസ് ആണെങ്കിൽ റെന്റ് ഉണ്ടാവും. സോ എല്ലാം ഒരു കൃത്യം കാൽക്കുലേഷനിലേ പോവുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും ഇവിടെ വന്നിട്ട് എൻ്റെ ഒത്തിരി പൈസ ഉണ്ടാവുമേ, നാട്ടിലോട്ട് ഇത്ര മാസം ലോൺ എടുത്തിട്ട് വരുന്ന ആൾക്കാർ അവിടെ എത്തുന്നു മാസം 20,000 രൂപ വെച്ച് നാട്ടിലോട്ട് അയക്കണം, 200 euros. ഇറ്റ്സ് നോട്ട് പോസിബിൾ. I totally agree to him. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ കൺവേർട്ട്. ആദ്യം തന്നെ അവർക്ക് യൂറോപ്പിലോട്ട് വരുമ്പോൾ ഓക്കെ ഒരു യൂറോ എന്ന് വെച്ചാൽ ഇത്ര ഇന്ത്യൻ രൂപ, അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഇത്ര ചിലവ് കഴിഞ്ഞ് എനിക്ക് ഇത്രയും വീട്ടിലേക്ക് വയ്ക്കാം, എനിക്ക് അവിടെ അത്രയും. ദാറ്റ്സ് നെവർ ഗോണ ഹാപ്പൻ. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഈ എഡ്വിൻ പറഞ്ഞ ചാലഞ്ചസ് അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്ത ചാലഞ്ചസ് മാത്രമല്ലാതെ അക്കോമഡേഷൻ, ഫൈൻഡിങ് എ പ്ലേസ് ഇസ് നോട്ട് ഈസി അറ്റ് ഓൾ. ഇറ്റ്സ് നോട്ട് ഈസി ഫൈൻഡിങ് എ സേഫ് പ്ലേസ്. സ്കാംസ് വേറെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഓക്കെ, ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് സ്റ്റോറി. ഫൈൻഡിങ് എ പ്ലേസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അതും നിങ്ങൾ പോണ സിറ്റീസ് അനുസരിച്ചിരിക്കും. ലൈക്ക് നമ്മളിപ്പം ഇവിടെ വന്നു നമ്മൾ പറയും സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ എന്നൊക്കെ പറയും, ബട്ട് സ്റ്റിൽ ഫൈൻഡിങ് ദാറ്റ് ഈസ് ലിമിറ്റഡ്. ലൈക്ക് ഒരു സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് ഒരു യൂണിയിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ 1000 പേർക്കുള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും ആയിരിക്കില്ലത്. അത് ലിമിറ്റഡ് ടു 500 ആയിരിക്കും. അപ്പോൾ അതിൽ 500 പേർക്ക് ആ റൂം കിട്ടുള്ളൂ, ബാക്കിയുള്ള 500 പേർ കിട്ടില്ല. നാട്ടിൽ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ യൂണിയോട് ചേർന്ന് തന്നെ സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇല്ല, അത് കിട്ടുന്ന ആൾക്കാർ ലിമിറ്റഡ് ആണ്, മനസ്സിലായി. അതായത് അതിനൊക്കെ ഒത്തിരി വെയിറ്റിംഗ് ടൈമുകളും ഒത്തിരി ഉണ്ട്. 1 ഇയർ ഒക്കെ വെയിറ്റിംഗ് പീരീഡൊക്കെ ഉള്ള നമ്മൾ അപ്ലൈ ചെയ്യുന്ന 1 ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. സോ കുറേ സ്ട്രഗിൾ ചെയ്തു ഞാൻ. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡ് ഐ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ? ഐ ഡോണ്ട് നോ. ലെറ്റ്സ് സീ ഇൻ ദ ഫ്യൂച്ചർ. ലൈക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ പറയും യെസ് ഐ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ. ബട്ട് അൺടിൽ ദെൻ ഐ കനോട്ട് സേ എനിത്തിങ്. സോ എനിക്കിപ്പോഴും എൻ്റെ ഫ്യൂച്ചർ എനിക്ക് അറിയില്ല. ലൈക്ക് ഇഫ് ഐ കംപ്ലീറ്റ് മൈ സ്റ്റഡീസ്, ഇഫ് ഐ got a really good job related to my studies, then I would say yes. അന്ന് ഞാൻ എടുത്ത തീരുമാനം കൊള്ളായിരുന്നു. But until then I cannot say. But was it worth it for the life? Like ഞാൻ യൂറോപ്യൻ ലൈഫിന് was it worth it? Yes, because I was living in a really small city. Like ചെറിയ സിറ്റിയിൽ നിന്ന് വലിയ സിറ്റിയിൽ പോകുമ്പോഴത്തേക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകും. I met a lot of new friends, lot of opportunities. Yes, but അതിന് വേറൊരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ട്. ലവ്ലി വന്നിട്ട് എത്ര ദിവസം? 6 മാസം കഴിഞ്ഞു. 6 മാസം കൊണ്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടു? 6 മാസം കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സോറി. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് ഏജൻസികളെയും അതുപോലെ ജർമ്മനി സ്വപ്നം കാണുന്ന ഒരുപാട് സ്റ്റുഡൻസിനെയും ചിലപ്പോൾ ഷട്ടേഡ് ആക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് പോലെ തന്നെ ഈവൻ ഇപ്പോൾ നാട്ടിൽ ഉള്ള സ്റ്റുഡൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഓക്കെ, യൂറോപ്യൻ ലൈഫ്, ജർമ്മനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് കുറേ ബ്രൈറ്റ് സ്റ്റോറീസും ഇതൊക്കെയാണ്. ഈ പറഞ്ഞതുപോലെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസിലും അതുപോലെ തന്നെ നമ്മൾ കണ്ട മൂവീസിലൊക്കെയുള്ള പിക്ചേഴ്സാണ്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ കാണുന്ന പിക്ചേഴ്സേ അല്ല ഇവിടെ എന്ന് പറയുന്നത്. ഇപ്പോൾ അമൃത പറഞ്ഞതാണെങ്കിലും അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ഞാൻ അതിനോട് ടോട്ടലി എഗ്രി ചെയ്യുകയാണ്. കാരണം ലൈഫ് ഇൻ ബെർലിൻ അല്ലെങ്കിൽ ലൈഫ് ഇൻ ജർമ്മനി ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. കാരണം ഇവിടെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഫസ്റ്റ് നമ്മൾ വന്നിറങ്ങുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡെഫിനറ്റ്ലി പിന്നെ നമുക്കൊരു വല്ലാത്തൊരു ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ് ഞാൻ നേരെ ലാൻഡ് ചെയ്യുന്നത്. നമ്മളിവിടെ വരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാംഗ്വേജ് അറിയില്ല. ഇവിടെ ജർമ്മനിയിൽ 95% പീപ്പിളും സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അവരുടെ ഭാഷ തന്നെയാണ്. ഒത്തിരി പേർക്ക് ഇപ്പോൾ മെജോറിറ്റി ജർമ്മൻസിനും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം നമ്മുടേതായിട്ടുള്ള ഫാമിലിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താമസിക്കേണ്ടി വരുന്നത് 6ഉം 7ഉം അല്ലെങ്കിൽ 10ഉം 12ഉം പേരൊക്കെയുള്ള ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സിലാണ്. അതിന് പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ ഓരോ മന്തും കൊടുക്കേണ്ടി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതൊരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യം ഫസ്റ്റ് തന്നെ അതാണ്. അപ്പാർട്ട്മെൻറ്റ് ഷെയറിങ് എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ചിലർ ഇവിടെ വന്നിട്ടാണ് അപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ എടുക്കുന്ന ഒരു സമയം ചിലപ്പോൾ 1 month 2 months 3 months ഒക്കെ എടുത്തിട്ട് വേണമായിരിക്കും ചിലപ്പോൾ അവർക്കൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ. ബട്ട് സ്റ്റിൽ അവർ ആഗ്രഹിച്ച പോലെ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ഒരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് വളരെ റെയറായിട്ട് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് പോരാനായിട്ട് സാധിക്കാറുണ്ട്. അത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അപ്പാർട്ട്മെൻറ്റ് ശരിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ യൂണിയിലോട്ട് മാറിയപ്പോഴത്തേന് ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെ വരുന്ന ഒരാളാണ്. ആൻഡ് കുറേ നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടും ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം തന്നെ വല്ലാത്തൊരു അന്താളിപ്പാണ് ഉണ്ടായത്. കാരണം നമ്മൾ നാട്ടിൽ പരിചയിച്ച ഒരു രീതിയേ അല്ല. അതായത് ഈ 2 years കൊണ്ട്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 2 years ആണ്. ഈ 2 years കൊണ്ട് നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ കോഴ്സുകളും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് അപ് ടു അസ്. നമുക്ക് ഏത് കോഴ്സ് ഫസ്റ്റ് സെമസ്റ്ററിൽ എടുക്കണം, അടുത്ത സെമസ്റ്ററിൽ നമുക്ക് എന്തൊക്കെ എടുക്കണം, അടുത്ത സെമസ്റ്ററിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു പോയ സെമസ്റ്ററിൽ ഞാനാകെ 2 സബ്ജക്റ്റ് മാത്രമാണ്, 2 മൊഡ്യൂൾസ് മാത്രമാണ് ഞാൻ ചെയ്തത്. ടോട്ടലുള്ള സബ്ജക്ട്സിൽ നിന്ന് ഞാനാകെ 2 മൊഡ്യൂൾസേ ചെയ്തിട്ടുള്ളൂ. സോ അത് വല്ലാത്തൊരു ഡിഫറൻസ് ആണ് നമുക്കുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാം കവർ ചെയ്യണം. പക്ഷേ നമുക്ക് ഏത് സെമസ്റ്ററിൽ എത്ര കോഴ്സ് വെച്ച് വേണം എന്നുള്ളത് ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ലൈഫ് നമുക്ക് ഇവിടെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ചിലപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം എന്നില്ല നാളെ നമ്മൾ പോയിട്ട് ഇരിക്കാൻ പോകുന്നത്. സോ നമുക്ക് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഈവൻ ലെക്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസും ആയിട്ടോ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം അതൊരു പ്രോബ്ലമാണ്. അടുത്തൊരു പ്രശ്നം ഞാനിവിടെ ഫൈൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് ഇവിടെ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഷ്യൻസ് ട്രിക്കിംഗ് നമുക്ക് വരുവാണ്. അയ്യോ ജോലി ചെയ്യുന്നില്ലല്ലോ നമ്മൾ എന്തോ തെറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിറ്ററലി നമ്മുടെ നാട്ടിൽ ചെയ്ത് ശീലമില്ലാത്തൊരു കാര്യമാണ്. ലിറ്ററലി നമ്മൾ ഓരോ ഷോപ്പിലേക്ക് ഇറങ്ങി, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓരോ ഷോപ്പിലും നമ്മൾ പോകുന്നുണ്ട്, പോയിട്ട് ഇവിടെ ജോലിയുണ്ടോ എന്നുള്ളത് നമുക്കറിയാവുന്ന ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അവിടെ നിന്ന് ബാക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചിലപ്പോൾ പുച്ഛമായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം, ചിലപ്പോൾ ഇല്ല എന്നുള്ള ഒരു പ്ലെയിൻ ഒരു ഒട്ടും കൈൻഡ് അല്ലാത്ത ചില മറുപടികളായിരിക്കാം. സോ നമ്മളിതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് തന്നെ വേണം നമ്മൾ ജർമ്മനിയിലോട്ട് വരാനായിട്ട്. ഓഫ് കോഴ്സ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഡങ്കിൻ ഡോണറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. അവിടെ നമ്മൾ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അവിടെ ക്യാഷ് ഡീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് ആ സ്റ്റോർ നോക്കുന്നത്. അവിടെ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്ലീൻ ചെയ്യണോ? അതും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല വെൽ ഓഫ് ഫാമിലീസിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് പാത്രം കഴുകുന്നവരുണ്ട്, ഇവിടുത്തെ ബാക്ക് കിച്ചണിലിരുന്ന് പാത്രം കഴുകുന്നവരുണ്ട്, അങ്ങനെ എല്ലാ ജോലിയും ചെയ്യുന്നവരുണ്ട്. നമ്മൾ നാട്ടിൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 8 മണിക്കൂറാണ് ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ജോലിയുടെ പേരിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് 12 hours ആയിരിക്കാം. ബട്ട് വി ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. അതിൽ വേറെ പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല. അതുപോലെ തന്നെ സിക്ക് ലീവിൻ്റെ കാര്യം, നമ്മൾ സിക്കായാൽ എന്ത് ചെയ്യും? ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വി ആർ ഓൾ അലോൺ ഹിയർ. ഇവിടെ ഒരാളുമില്ല. ഇപ്പം അമൃത പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരാളും ഇല്ല നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈവൻ ഞാനാണെങ്കിലും പില്ലോ പൊത്തിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. നമ്മുടെ ഒരു മെൻ്റൽ ട്രോമ ഇനീഷ്യലി വരുന്ന എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹ്യൂജ് മെൻ്റൽ ട്രോമ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണുന്ന കളറോ അല്ലെങ്കിൽ ഈ കാണുന്ന ബ്രൈറ്റ്നസ്സോ ഒന്നും അല്ല യൂറോപ്യൻ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ഷെങ്കൻ വിസ കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. നമുക്കൊരു നല്ലൊരു ജോലിയിലോട്ട് നമ്മൾ മാറാൻ പറ്റിയാൽ ദാറ്റ്സ് ഗുഡ്. പക്ഷെ അതൊന്നും ഇപ്പോഴല്ല, ഈ വരുന്ന സമയത്തല്ല. ഓരോ സ്റ്റെപ്സും ഡിഫിക്കൽട്ടാണ് എടുത്തു വയ്ക്കാനായിട്ട്. ആ ഓരോ സ്റ്റെപ്സിലും നമ്മൾ എടുക്കേണ്ടുന്ന പെർസിവിയറൻസ് ഉണ്ട്, നമ്മൾ കൊടുക്കേണ്ടുന്ന പേഷ്യൻസ് ഉണ്ട്, നമ്മളെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, ബ്ലൈൻഡായിട്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് നമുക്ക് ഒരു സ്ഥലത്തൊന്നും മോട്ടിവേഷൻ കിട്ടില്ല, ഒരു സ്ഥലത്തൊന്നും ഇൻറ്റേർണൽ മോട്ടിവേഷൻ അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ബ്രേക്ക് ഡൗൺ ആവാനാണെങ്കിൽ യു വിൽ ഫൈൻഡ് 100 million റീസൺസ് നമുക്കിവിടെ ബ്രേക്ക് ഡൗൺ ആവാനായിട്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും എഴുന്നേക്കും. ഞാൻ ഈ റീസെൻ്റ്ലി കണ്ട ഒരു വീഡിയോയുടെ ഒരു ഡയലോഗ് ഞാനിവിടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, പിന്നെ ഒരു പണിയില്ലാതെ നാട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല, പിന്നെയാണ് ഇവിടെ പണിയെടുത്തും കൂടെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ക്ലാസ്സും നമ്മുടെ എഡ്യൂക്കേഷനും എല്ലാം കൂടെ. ഒരു പണിയില്ലാതെ നാട്ടിലിരുന്നിട്ട് പഠിച്ചിട്ടില്ല, പിന്നെയാണ് നമ്മൾ കുഡോസ് മീഡിയ മറ്റോ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് പണിയെടുത്തും കൂടെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ ഇതൊക്കെ റിയാലിറ്റിയാണ് ഇവിടുത്തെ. സിക്ക് ലീവ് എന്ന് ലവ്ലി പറഞ്ഞപ്പോഴാണ് ഇറ്റ് ജസ്റ്റ് റാങ് മീ. ഇൻഷുറൻസ് ഇസ് അനദർ ഹെഡേക്ക് ദാറ്റ് യു ഗോണ ഹാവ് ഹിയർ. ഇവിടെ നമുക്ക് നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ പാരൻസ് അത് കവർ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് എന്തോ ആയിരിക്കാം. ഇവിടെ കവറിങ് യുവർ ഇൻഷുറൻസ് ഇസ് എ ബിഗ് തിങ്. ആൻഡ് ദെൻ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം കിട്ടുള്ളൂ, എല്ലാം കിട്ടുള്ളൂ. എന്തിനും യു ഹാവ് ടു ബി ഇൻഷുർഡ്. ആൻഡ് ദാറ്റ് യു ആർ എ സ്റ്റുഡൻറ്റ്, നോബഡി ഈസ് ഗോണ പേ ഫോർ യു. അതും ഈ പാർട്ട് ടൈം ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് വേണം പോകാനായിട്ട്. ആൻഡ് അതിലൊരു വൺ മോർ പോയിന്റ് കൂടി ഉണ്ട്. നമ്മൾ നോർമലി സ്റ്റുഡൻസ് ഇവിടെ എടുക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഷുറൻസ്. അതുണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ് അവിടെയും ഉണ്ട്. പബ്ലിക് ഇൻഷുറൻസ് ആണ്, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നത് പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിരുന്നു. സോ ഞാൻ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് എടുത്തത്. ഈവൻ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അത് വലിയൊരു മാറ്റർ ആയിരുന്നു. കാരണം എൻ്റെ അടുത്ത് ഞാൻ ജോലിക്ക് ചോദിച്ച കുറേ സ്ഥലത്ത് എന്നോട് പറഞ്ഞു പബ്ലിക് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. സോ ആദ്യം പോയിട്ട് പബ്ലിക് ഇൻഷുറൻസ് അറേഞ്ച് ചെയ്യൂ,
ദെൻ ഞങ്ങൾ ജോലി തരാം. പക്ഷേ അപ്പോൾ ഇതേ മറുപടിയും കൊണ്ട് നമ്മൾ പബ്ലിക് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്ന ഫേമിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ആദ്യം ജോലി സെക്യൂർ ചെയ്യൂ, ദെൻ നമ്മൾ പബ്ലിക് ഇൻഷുറൻസ്. ഈവൻ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡന്റിന് നോർമലി ഒരു സ്റ്റുഡന്റ് ആദ്യമേ പബ്ലിക് ഇൻഷുറൻസ് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവനുസരിച്ച് 140 160 മറ്റോ ആണ് അതിന്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, പക്ഷെ അതേസമയം ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ടി വന്ന ആളാണ് ഇതിലേക്ക് കൺവേർട്ട് ആവുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി 250 ആണ്. അതിൽ ₹1 പോലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫേമും അല്ലെങ്കിൽ ഒരു ഷോപ്പോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവർ കൊടുക്കില്ല. ചിലർ ചിലപ്പോൾ ഹാഫ് എമൗണ്ട് ചിലപ്പോൾ മീറ്റ് ചെയ്യുമായിരിക്കും. എങ്കിൽ പോലും അത് ഹെൽപ്ഫുൾ ആണ്. ബട്ട് സ്റ്റിൽ അത് മീറ്റ് ചെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഹാർഡ്ലി നമ്മുടെ വേറെ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് ഇവിടെ കട്ടായി പോകുന്നതാണ്. നല്ല രീതിയിലുള്ള ടാക്സ് എമൗണ്ട്, പണിയെടുത്തുണ്ടാക്കുന്ന പൈസ മുഴുവനും നമ്മൾ ഒരു നല്ലൊരു എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കും. ഈ ടാക്സും കഴിഞ്ഞ് നമ്മൾ ഈ 250 അല്ലെങ്കിൽ 260 നമ്മൾ ഇൻഷുറൻസും കൊടുത്ത് മിനിമം 400 ആണ് റെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണല്ലോ പരിപാടി. €1 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇതേ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. €400 ആണ് മിനിമം നമുക്ക് ഇവിടെ അപ്പാർട്ട്മെന്റിന് മിനിമം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നതിനാണ് ഈ 400 എന്ന് പറയുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ബെർലിനിൽ. അതിന് മേലെ നോക്കിയാൽ മതി. അത് കിട്ടാനില്ല എന്നാൽ പോലും അതിന് മേലെ നോക്കിയാൽ മതി. അപ്പോൾ 400 ഇൻറ്റു എത്രയാണോ നമ്മൾ ഇന്ത്യൻ റുപ്പി എന്നുള്ളതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ₹40,000 ഇന്ത്യൻ റുപ്പി ₹40,000 മിനിമം നമ്മൾ ബെർലിനിൽ പൊടിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാലറിയിൽ നിന്ന് നമ്മൾ പൊടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു റൂം, നമുക്കൊന്ന് തല ചായ്ക്കാനായിട്ട് ഒരു സ്ഥലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ടില് കിട്ടാൻ, അതുപോലെ 6-7 പേര് യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ കിട്ടാൻ, 6-7 പേര് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന ബാത്റൂം കിട്ടാൻ. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് ഇന്ന് 11 മണിക്കാണ് പോകുന്നതെങ്കിൽ നോർമലി ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ 10 മണി. ആ ഒരു ടൈം കൊണ്ടായിരിക്കും നമുക്ക് അത്രേ പറ്റുള്ളൂ. നമ്മൾ വെളുപ്പിനൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. നേരത്തെ ഒന്നും എഴുന്നേറ്റ് നമുക്ക് പറ്റില്ല. ആ സമയത്ത് ബാത്റൂം ഒന്ന് ലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നമ്മൾ എങ്ങനെ പോകും. അല്ലെങ്കിൽ കിച്ചൺ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ അങ്ങനെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ട് ഇതിൽ. ഏജൻസികൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ബ്രൈറ്റ്നസ് ഇവിടെ വന്നിട്ട് ലീഡ് ചെയ്യുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ്. There is also good part, like we don't mean to scare them, but then please don't expect a very sweet German life. It's hard, but we have to. If you can manage, then you come. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ ഇരിക്കുന്ന എല്ലാവരും. മാനേജ് ചെയ്യാൻ പറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം it's not easy. പൂർണിമ ആർഡെല്ല പഠിക്കും. ആർഡെല്ലിൽ ഫീസ് എത്രയാണെന്നൊരു രൂപം. ഞാനിപ്പം 1 വർഷത്തിനാണ് പഠിക്കുന്നത്. അപ്പോൾ 8 ലക്ഷമാണ്. എല്ലാം ഒരു വർഷം 8 ലക്ഷമാണ്. എനിക്കിപ്പം ഞാൻ ഒറ്റയടിക്ക് അടച്ച കാരണം എനിക്ക് പാർട്ടായിട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. അല്ലാത്ത കുട്ടികൾക്ക് അവരാദ്യം 1 ഇയറിൻ്റെ പേയ്മെൻറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ 10 മാസം വെയിറ്റ് ചെയ്തു എന്ന്. 10 മാസം നമ്മൾ വെയിറ്റ് ചെയ്ത് ജർമ്മനി കാണും. ഫൈനലി ഞാൻ ജർമ്മനി കാണും എന്ന് പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് ഓർമ്മയുള്ളൂ. പിന്നെ അതെ, ബിക്കോസ് ഞാൻ ഒരിക്കലും എൻ്റെ പാരൻസും എൻ്റെ അനിയനുമായിട്ട് സെപ്പറേറ്റ് നിന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്നപ്പോൾ ഫസ്റ്റ് ഹോം സിക്നെസ് അടിച്ചത് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിരുന്നപ്പോഴാണ്. അമ്മ ഇല്ല, അച്ഛനില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഇവിടെ എത്തി, എല്ലാം ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് മന്ത് ആൻഡ് സെക്കൻഡ് മന്ത് ഭയങ്കര അടിപൊളിയായിരുന്നില്ല. എന്നുവെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നടക്കണം, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യണം, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജോലി തരണം, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അക്കോമഡേഷനും തരണം. നമ്മുടെ കൂടെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അവർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോളിലുണ്ട്, അമ്മു സാരില്ല, എല്ലാം ശരിയാവും, ഇനി പേടിക്കണ്ട. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കാണത് ശരിയാക്കേണ്ടത്. ആ 2 മാസം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന 2 മാസം ഇത് ഈ മാൻഡറ്ററി പീരീഡാണ്. അഥവാ ഈ സമയം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഡേ എടുക്കാൻ പറ്റി, നമുക്ക് ഇൻഷുറൻസ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തിരിച്ച് വരിക, അത് സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് പതുക്കെ എല്ലാം ശരിയാവും. അതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 മാസമായിരുന്നു ഏറ്റവും മെയിൻ. പിന്നെ ഫ്രണ്ട്സ് കിട്ടി, നമ്മൾ കറങ്ങാൻ പോവും.
പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പണി കിട്ടണത് നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അത്ര തന്നെ പെട്ടെന്ന് തീരും. തീരുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പണി തരാനായിട്ട് സെർച്ച് ചെയ്യും. പണി തരാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മാസം നമ്മൾ അതിൽ തന്നെ പെടും. എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഇല്ല. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ജോബിൻ്റെ ഇത് ഭയങ്കര മാർക്കറ്റ് ഡൗൺ ആണ് ബെർലിനിൽ മൊത്തം. അതെ, ബെർലിനിൽ വർക്ക് കിട്ടണില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷെ അഥവാ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്ക് തിരയണം എന്നുണ്ട്, പറ്റൂണെങ്കിൽ കിട്ടും. അത്ര ഉള്ളു. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം. പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യാനും എന്ത് ജോലിയാണെങ്കിലും ചെയ്യാനുള്ള റെഡിനെസ് ഉണ്ടാവണം. എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിനും നമ്മൾ റെഡി ആയിരിക്കണം. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണെങ്കിൽ 12 മണിക്കൂറും ജോലി ചെയ്യുക തന്നെ. അവിടെ ശരീരത്തിന് ക്ഷീണമില്ല. യു ആർ നോട്ട് എ ഹ്യൂമൻ ബീയിങ്. അതെ അതെ, ഒരു റോബോട്ട് ആണെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. യെസ് യു ക്യാൻ യു ആർ റോബോട്ട്, യു ക്യാൻ. അതെ അതെ അതെ, മോട്ടിവേഷൻ വേണം. കരഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒന്നും കിട്ടാൻ പോണില്ല. അതാണ് മെയിൻ. മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റോറി കയറി ജോലി വേണം എന്ന് പറയുമ്പോൾ നീ വന്നല്ലോ ജോലി നിനക്ക് ഒന്നും തരില്ല. ലൈക്ക് ഫസ്റ്റ് യു ഗെറ്റ് റിജക്ഷൻ, സെക്കൻഡ് യു ഗെറ്റ് റിജക്ഷൻ, ലൈക്ക് 10 വട്ടം റിജക്ഷൻ കിട്ടും. പക്ഷേ 10 റിജക്ഷൻ കിട്ടാം, ഇനി എനിക്കൊന്നും കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഡോറിൽ നോക്കി ചെയ്തിട്ട് നിനക്ക് ജോലി റെഡി ആയിട്ടുണ്ടോ എന്നാരും പറയില്ല. നമ്മൾ ഒരു സ്ഥലത്ത് കയറി 10 സ്ഥലത്ത് കയറി 20 സ്ഥലത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഒരിടത്തുനിന്ന് പറയും എങ്കിൽ ട്രയൽ വിളിക്കാം, നാളെ വരട്ടെ ട്രയൽ വിളിക്കാന്ന് പറയും. എന്നിട്ട് ട്രയൽ നിങ്ങളെ ഒരു 6 മണിക്കൂർ ഇട്ടിട്ട് ചിലപ്പോൾ ട്രയൽ ചെയ്തും കഴിഞ്ഞിട്ട് വിളിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ അവർ ട്രൈ ചെയ്ത് നോക്കുവാണ്. സോ പേയ്മെന്റ് ഉണ്ടാവില്ല. 10 ദിവസം നമ്മൾ വെറുതെ പോയി പണിയെടുക്കുന്നത്. 2 ദിവസമല്ല, ഞാൻ പറഞ്ഞത് ലൈക്ക് നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡേ ആണ് ലൈക്ക് മോസ്റ്റ്ലി എല്ലാവരും തരിക. ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒരു 1 ഡേ അവർ പറയും നിങ്ങൾ ഒരു 3 hours ചെയ്യാൻ പറയും. ആ 3 hours വെച്ച് നമുക്കത് പെയ്ഡ് ആയിരിക്കില്ല. 3 hours വരെ നമ്മൾ നോക്കുവാണ് എങ്ങനെ പണിയെടുക്കുന്നുള്ളത് നോക്കുവാണ്. ബട്ട് അങ്ങനാണിത്. ലൈക്ക് അത് ഒരിക്കലും നമ്മൾ 3 മണിക്കൂർ പൈസ എന്താ കിട്ടാത്തെന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും നിങ്ങളെ നേരത്തെ അറിയാവുന്ന ഒരാളല്ല. അവർ വന്ന് നിങ്ങളെ പണിയെടുപ്പിച്ച് നോക്കിയിട്ട് ഹൗ ഐ യു അത് നിങ്ങൾക്ക് അവരെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് വേണം എന്നൊക്കെ തോന്നിയാൽ മാത്രമേ അവരോട് എടുക്കുള്ളൂ. സോ ഫസ്റ്റ് ചെല്ലുന്ന ഉടനെ തന്നെ മരുന്ന ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ചിലർ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ പറയും റൂം സെറ്റ്, ജോലി സെറ്റ്, ഇതെല്ലാം നമ്മൾ ചെയ്യും. ജോലി സെറ്റ് ചെയ്ത് പറയുന്നത് അവരിവിടെ എത്തുമ്പോൾ തരുന്നത് ചിലപ്പോൾ 2 ലിങ്ക് അയച്ചു തരും. ഇവിടെ അപ്ലൈ ചെയ്താൽ കിട്ടും എന്ന് പറയും. അങ്ങനല്ല ഇത്. നിങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങി നടന്ന് ഒരു CV അല്ലെങ്കിൽ ഒരു 10 പ്രിന്റ് എടുത്ത് വെക്കുക. ഒരു CV 10 പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഇറങ്ങി നടന്ന് ഓരോ സ്ഥലത്തും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ജോലി അവർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നമ്മളിവിടെ വന്നിട്ട് ജോലി ഞാൻ റെഡിയാക്കി തരാം അങ്ങനെയല്ല ഇവിടെ നടക്കുക. നമ്മൾ ചെന്ന് നമ്മുടെ ആവശ്യം നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ഇതിന്റെ ഒക്കെ കൂടെ പഠിക്കണം. അവിടെയാണ് വന്നത് പഠിക്കാനാണ്. നമ്മള് ഇതിലൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പുച്ഛം. അടുത്തത് നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നതാണ്, എല്ലാവരുടെ അടുത്തുനിന്നും നമ്മൾ കയറി ചെല്ലുന്ന. അതായത് നാണവും മാനവും ഇല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി. ലിറ്ററലി ഓരോ ഷോപ്പിലും ഞാൻ നടന്നിട്ടുണ്ട്. എനിക്ക് ഒരു 5 മാസം കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ജോലി ശരിയായത്. സോ ലിറ്ററലി ഞാൻ ഓരോ ഷോപ്പിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. ആ നടന്നതിൽ ഓക്കെ നമ്മുടെ അടുത്ത് കൈൻഡായിട്ട് പെരുമാറിയ 1-2 എംപ്ലോയേഴ്സ് ഉണ്ട് എന്നല്ല ഒഴിച്ചാൽ ബാക്കിയുള്ളടത്ത് വേണ്ട എന്ന് റൂഡായിട്ട് പറഞ്ഞേക്കുന്നതും അൾട്ടിമേറ്റ് പുച്ഛത്തിൽ സംസാരിച്ചേക്കുന്നതുമായിട്ടുള്ളൊരിത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ച ഒരു 6 മാസം ഈ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴത്തേന് നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ട് ഓക്കെ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ദാറ്റ് മീൻസ് ഇനി എവിടെ കൊണ്ടുവന്നിട്ടാലും നീ ജീവിക്കും. കാരണം അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവിടെ പട്ടിണി എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതൊന്നും ആരും പുറത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. പട്ടിണി എടുക്കുന്ന ആൾക്കാരുണ്ട്, ലിറ്ററലി ബ്രെഡ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതായത് കഴിക്കാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ബ്ലോക്ക് മണിയൊക്കെ കഴിയാനായിട്ട് അത്ര സമയമൊന്നും വേണ്ട. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോടും പറയാനില്ല, നമ്മുടെ അവസ്ഥ കണ്ടറിഞ്ഞാലും സഹായിക്കാനും ഇല്ല. സോ വായു ഭക്ഷിച്ച് കഴിയുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ പറ്റും.